ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് വീട്ടുപണികൾ ചെയ്യാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. സാധാരണ വീട്ടിലെ അമ്മയല്ലേ ഇന്ന് ജോലി ചെയ്യുന്നത്. ഇന്ന് ഞങ്ങളും കൂടെ ചേർന്നിട്ട് കുറച്ച് അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലേ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പണികൾ എന്തോ? ആ സൈഡിന് കുറച്ച് വലയൊക്കെ ഉണ്ടായിരുന്നു, വലയടിക്കുക, പിന്നെ ടാങ്ക് കഴുകുക, അങ്ങനത്തെ ഒക്കെ പരിപാടി അമ്മയ്ക്ക് പാടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഹെൽപ്പ് ചെയ്യാ, സഹായിച്ചു കൊടുക്കുക. ബാ പുറത്തോട്ട് പോവാം. എന്തൊക്കെ പണികളെന്ന് നോക്കാം കൈസ്. ആദ്യം മൊത്തം ചെലന്തിയോലയൊക്കെ ആയിട്ട് ഫുള്ള് മാറാല പിടിച്ച് കോലായിട്ട് കിടക്കട്ടെ. ഇതെല്ലാം വൃത്തിയാക്കണം. പിന്നെന്താ, വെള്ളമൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിന്, മണ്ടയിലും ഫുള്ള് മാറാലയൊക്കെ പിടിച്ച് കിടക്കുവാണ്. പിന്നെ ടാങ്കും ക്ലീൻ ചെയ്യണമല്ലേ, ടാങ്ക് വൃത്തിയാക്കണം. പിന്നെ ഇവിടൊക്കെ പെയിന്റ് ചെയ്യണം. ഇവിടെ നമ്മൾ പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊക്കെ പറ്റുവാണെങ്കിൽ ഇത് മൊത്തം പെയിന്റ് ചെയ്യണം. ടാർപ്പയുടെ അടിയിൽ തടിയും സാധനമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കുറെ സ്ഥലം അവിടെ അങ്ങനെ പോയിട്ടുണ്ട്. അതെല്ലാം പറക്കി മാറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ നടണം. അഗസ്തി ചീര. ഓക്കെ ഗൈസ്, ഇവിടെ ചീര നടണം കേട്ടോ. അപ്പൊ ഇതെടുത്ത് മാറ്റണം. ഇതിന്റെ അടിയിൽ എന്തിനാ ടാർപ്പയുടെ അടിയില് ടയറുണ്ട്, JCB ടയറുണ്ട്. ഇപ്പൊ വണ്ടിക്ക് ഇപ്പൊ ടയറുണ്ട്, പുതിയ ടയർ വെച്ചാണ്. പിന്നെ തെങ്ങി തേങ്ങ ഉറക്കുണ്ട്. അതൊന്നും പറ്റത്തില്ല, വീണ് മരിക്കും പരിപാടി. അതാ അയ്യമ്മ തെങ്ങി അങ്ങ് കേറി കൊണ്ട് പറയും. ഓരോ പെണ്ണുങ്ങളെ കേറുന്നുണ്ടല്ലേ മിഷീനൊക്കെ വെച്ച്. അമ്മ കേറ അതുപോലെ. നിങ്ങളല്ലേ പറഞ്ഞ അമ്മയെ കൊണ്ട് ഒക്കാത്ത പണി ചെയ്യുവാന്നാ നീ പറഞ്ഞത്. അല്ല, എന്തായാലും തെങ്ങി കയറുന്നത് കുറച്ച് ഹൊറിബിളാണ്. നോക്കൂ പക്ഷെ തേങ്ങ ഉണ്ട് കേട്ടോ അച്ഛാ, ഇഷ്ടംപോലെ തേങ്ങ ഇപ്പൊ ഉണ്ട്. പറ്റുവാണെ അച്ഛൻ കേറും. എങ്ങനെ എന്ത് അത്യാവശ്യ പണി എനിക്കില്ല. ആ തടി പറക്കി മാറ്റണം, തടി പറക്കി മാറ്റണം. അത് ഇത് മാറാല വൃത്തിയാക്കണം. ഇത്രേ ഉള്ളോ മാറാല? ഇത്രേ ഉള്ളോ? ഇന്നലെ ഞാൻ അമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നലെ തുടങ്ങാന്ന്. ഇന്നലെ ആകുമ്പോഴത്തേന് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ടി വരും. അതുപോലെ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു, നാളെ ആകുമ്പോ അച്ഛൻ ഫ്രീ ആണ്. അച്ഛന്റെ കൂടെ ചെയ്യുമ്പോ കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനെ മണി അടിച്ച് നിന്നാ മതി, അച്ഛൻ ചെയ്തോളൂ അല്ലേ? അതെ അതെ, ഇന്ന് മണി അടിപ്പിക്കാം. ടീഷർട്ട്, എന്റെ കയ്യില് എന്റെ അടി ഒരു നിക്കറ്. നമ്മൾ പണി ചെയ്യാൻ പോകുമ്പോ ഇങ്ങനെ പോണം അല്ലേ ചാ? ജോലിക്ക് ഏറ്റവും ബെസ്റ്റ് ഈ ഡ്രസ്സിംഗ് ആണ്. അച്ഛന് നിക്കർ ചൊറിയുന്ന കിട്ടിയിട്ടുണ്ട്. നിക്കർ എന്റെ സേഫ്റ്റി കേട്ടോ. ഇത് വേണം ഊരിപ്പോയാലോ. പെയിന്റ് കുറച്ചുകൂടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കാരണം അന്ന് നേരത്തെ വീട് പെയിന്റ് അടിച്ച സമയത്ത് കുറച്ച് പെയിന്റ് ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടാ? ഒന്ന് തുറന്നേച്ചാ. ഇത് ഏതാ ഇത്? അതൊന്നും അല്ല, ഹീറോയോ? ഹീറോയും നമസ്കാരം. മറ്റേ പെയിന്റ് അടിക്കുന്നൊക്കെ സാധനം വേണം കേട്ടോ, എന്നാലേ എനിക്ക് പെയിന്റ് അടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു അന്ന് വീട് പണിഞ്ഞ സമയത്ത്. പെയിന്റ് ചെയ്ത സമയത്ത് ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു ബാലൻസ്. അതൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. വെള്ളമില്ല കേട്ടോ. വെള്ളമില്ലല്ലേ? ഇതിലങ്ങനെ അഴുക്കില്ല. അടിയിൽ കുറച്ച് പൊടി പോലെ കിടപ്പുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ വലിയ അഴുക്കില്ല. ഹാപ്പി ബാ, ഇറങ്ങി വാ. ബാ പെയിന്റ് അടിക്കാൻ ബാ. പോട്ട് സുഹൃതൻ മേശ്ശേരി. ഇനി എന്തിനു ചെയ്യാൻ പോന്നാ? എനിക്കങ്ങ് ചൊറിയുന്നച്ചാ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കോട്ടോ. മറ്റേ ആ ഇതടിക്കുന്ന സുനയില്ല, അത് മറ്റേ പെയിന്റ് ഉരുട്ടുന്ന സാധനം ഇല്ല. ദൈവമേ, നേത്രാവതിയോ എറി. അവ എല്ലാം കൊണ്ട് അകത്ത് വെക്കും. ഞാൻ ഒരു പഴം തിന്നിട്ട് പഴത്തൊലി എടുത്ത് എറിഞ്ഞാൽ അവ അത് എടുത്തോണ്ട് അത് തിരിച്ച് വീട്ടിനകത്ത് കൊണ്ടുവെക്കും. എന്തിനാണോ തല ഒരു കെട്ടൂടെ കെട്ടിയാലോ? ഓ കെട്ടിക്കോ. നിന്റെ ഇന്ന് വെയില് കുറഞ്ഞെന്ന് തോന്നില്ലേ? ഞാൻ പെയിന്റ് അടിക്കാൻ വന്നോണ്ടാ തോന്നുന്നു. കേട്ടോ മഴക്കോളൊക്കെ ചെറിയ മഴ പെയ്തിന് പെയിന്റ് ഒലിച്ചു പോവോ? അതാ ടാർപ്പിടാം. വണ്ടണ്ട പാൽക്കാര അടടാ. ഒരു ചിരട്ടയിൽ പെയിന്റ് അടിക്കാൻ പോണേനെ ഇത്ര ഷോ. ബാ കമോൺ. കണ്ടോ, ഞാൻ പണിക്കാരനായി. ഫുൾ പണിക്കാരനായ മാത്രം പോലെ അടിക്കാം. പിന്നെ കമ്പെടുത്തിട്ടോ അടിക്കാനൊന്ന്. അത് ഈ കെട്ടി വെച്ചേക്കുന്നതിനകത്ത് പെയിന്റ് അടിക്കാൻ. ഇത് ചൊരണ്ടണോ വെച്ചാ പായലുണ്ടെങ്കിൽ? ചിരണ്ടൊന്നും വേണ്ടല്ലേ? നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മൾ പോയിട്ട് മറ്റേ റോളർ സാധനമൊക്കെ മേടിച്ചായിരുന്നു. ഉരുട്ടിയേ ഇങ്ങനെ അടിക്കുന്നത്. ഇങ്ങനെയല്ലേ അടിക്കുന്നത്? എന്റെ വയറ്റത്ത് അടിക്കുന്നത് ഇങ്ങനെ കേട്ടോ അടിക്കുന്നത്. ഞാൻ ഇത് വെച്ച് അടിച്ചിട്ടില്ല അങ്ങനെ. എനിക്കിത് അച്ഛന് മറ്റേ ഇത് ബ്രഷ്, അച്ഛന് ചെറിയ ബ്രഷ് കേട്ടോ. ഇത് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഇത് വെച്ചാൽ ഫിനിഷ് ചെയ്യാൻ. പോലെ ഞാൻ അടിക്കുന്നത് പക്ക ഫിനിഷ് ആയിരിക്കും. അതല്ല, ബാ ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ് വർക്ക് ആയിരിക്കണം.
ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ്. ഇതാട്ടോ നമ്മുടെ പെയിന്റ്. വേണ്ട അച്ഛൻ പെയിന്റ് കോലൊക്കെ ഇട്ട് ഇളകിക്കൊണ്ടിരിക്കുവായിരുന്നു ഇത്ര നേരം. അത് ഇളക്കട്ടെ ഇല്ലേ? ഇളക്കട്ടെ. എനിക്കറിയാം ഇളക്കാൻ. അതെ, വലിയ മാസ്റ്റർ കളിയുണ്ടോ നമ്മളിതൊക്കെ കുറെ കണ്ടതാണ് ഈ പെയിന്റ് ഒക്കെ കേട്ടോ. ഞാൻ സ്കൂളിൽ വാട്ടർ കളർ വെച്ച് മറ്റേ തുമ്പിക്കൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കണോ ഇത്? ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ. അച്ഛൻ പെയ്യനെ അടി ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് പെയിന്റ് അടിക്കേണ്ട എങ്ങനെ ഞാൻ കാണിച്ചുതരാം. അത് ഇതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കുക, ഇങ്ങനെ നിറച്ചങ്ങോട്ട് എടുത്തിട്ട് നന്നായിട്ട് വരണേ. കന്നിയടി. ഇത് വെച്ച് പെട്ടെന്ന് അടിക്കാൻ പറ്റുന്ന വെച്ചാ അച്ഛൻ ഇതിന്റെ വേറെ സാധനം ഇരിപ്പുണ്ട്, അത് എടുത്തോണ്ടൊന്ന് അടി. ഇവിടെ വീഴുന്നു. സത്യത്തിൽ ഇത് നല്ല ജോലിയല്ലേ, ഇങ്ങനെ ഉരുട്ടിയാ മതിയല്ലോ. ഇവിടെ അടിക്കാട്ടോ. പെട്ടെന്ന് തീർന്ന് ഗൈസ്. ഞാൻ നിമിഷ നേരം കൊണ്ട് നേണ്ടേ ഇത്രയും പെയിന്റ് അടിച്ചു കേട്ടോ. അച്ചടി ഞാൻ ഇത്ര അടിച്ചേ, നീ ബാക്കി അച്ചടിക്കും കുറച്ച്. ഓ 1 മണിയായി, വിശക്കുന്നു, ചോറ് തിന്നാലോ. ഗൈസ് എനിക്ക് അടിക്കുന്ന വേറൊരു സുനാപ്രിയും കൂടെ കിട്ടി കേട്ടോ, അല്ലെ പെട്ടെന്ന് തീരത്തില്ല. അച്ഛൻ ഭയങ്കര സ്ലോ വർക്കറാ. ഇന്ന് പെട്ടെന്ന് തീർത്തിട്ട് വേണം അടുത്ത സൈറ്റിൽ പോവാൻ. ഞാൻ അങ്ങ് അറ്റത്ത് നിന്ന് വരാട്ടോ. കുറച്ചേരം ഈ പടലിൻ്റെ കീഴിൽ ഇരിക്കാം, ഇവിടെ ഇരുന്ന് അടിക്കാം. പെയിന്റ് തീർന്നു. വെള്ളം തണ്ണിമത്തങ്ങ അതിന്റെ മൂട്ടിൽ നിന്ന് ഓലം മടലൊക്കെ ഇരിപ്പുണ്ട്. വിശക്കുന്ന കേട്ടോ. 1 മണി. ഓ ഞാൻ ഈ വെയിലത്തെ നിങ്ങളെ കൂടെ നടക്കുവാന്നോ ഇല്ലേ? എടാ ഞാനേ പറക്കൊണ്ട് തന്ന്, പേസ്പോർട്ട് പറക്കൊണ്ട് തന്ന്. ഇന്നും വലിയ ജോലിയല്ലേ, പെയിന്റ് അടിക്കുന്നതാണ് ഏറ്റവും വലിയൊരു ജോലി, മനസ്സിലായോ? ശരി, അത്രക്കുള്ള കഷ്ടപ്പാടൊന്നുമില്ലല്ലോ. ഞാൻ ഈ പാവം തന്നോണ്ട് എന്തിനാ കാളി നോക്കിയത്? എവിടെ ഇറങ്ങി കണ്ടോ അച്ഛന്റെ ആ ആത്മാർത്ഥത കണ്ടോ? കോവലിന്റെ വള്ളി വരെ പിടിച്ചു വെച്ച് പെയിന്റ് അടിക്കുക. ഭയങ്കര കഷ്ടപ്പാട് കേട്ടോ. സോ മച്ച് ഹാർഡ് വർക്കിംഗ് ടേക്കിംഗ് വി ആർ ഇൻ ഫ്രണ്ട് ഓഫ് ദിസ്. ഇംഗ്ലീഷൊക്കെ നട്ടു ഉച്ചയ്ക്ക് ഉച്ചയിൽ വെയിലടിച്ചപ്പോ കൊച്ചിന് അന്നേ. സത്യത്തിൽ ഞാൻ CBSE പോയിരുന്നേ ഞാൻ സൂപ്പറായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞായിരുന്നു. നിങ്ങളുടെ കുഴപ്പം ഇംഗ്ലീഷ് എന്തുകൊണ്ട് CBSE വിട്ടില്ല? അന്ന് പൈസ കുറവായിരുന്നു. LKG UKG വരെ ഇവിടെ ഉള്ള പൈസ ഉള്ളായിരുന്നു. LKG UKG ഞാൻ CBSE ആയിരുന്നു. പിന്നെ ഐ നോ ഇംഗ്ലീഷ്. LKG UKG ഇംഗ്ലീഷ് ഇത് CBSE. ഓ പോമാ. അത് കഴിഞ്ഞിട്ട് 1ാം ക്ലാസ് നമ്മള് ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടാക്കി, മലയാളം മീഡിയത്തിൽ കൊണ്ടാക്കി. മലയാളം മീഡിയത്തിന് എന്താ കുഴപ്പം? സൂപ്പറാ. ഞാൻ പറയട്ടെ, പഠിക്കുന്ന പിള്ളേര് തടലത്തോട്ടില്ല. മീഡിയത്തിൽ പഠിച്ചിട്ടുള്ളവര് എഞ്ചിനീയർമാരും ഡോക്ടർമാരും ആയിട്ടുണ്ട്, പിന്നെ വക്കീല്, ജഡ്ജി. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്. ഓക്കെ, വി ആർ ജസ്റ്റ് ഹെഡ് ഓഫ് ദിസ് പ്ലേസ് കേരള. നിന്റെ അച്ഛൻ പണ്ടത്തെ 10ാം ക്ലാസ് പാസ്സായതാ നടക്കുന്നത്. നല്ല ഉപയോഗമുണ്ട്. എന്നെ കണ്ടുപിടി. ഞാൻ പാസ്സായതാ. ഒമ്പൽസി പാസ്സായിട്ട് എന്താ ഇപ്പം അമ്മ ഇപ്പൊ അതുകൊണ്ട് എന്താ അമ്മ ഒമ്പൽസി പാസ്സായതിന്റെ ഒരു അഹങ്കാരമൊന്നും അമ്മയ്ക്കില്ല അല്ലേ? അത്രയും വലിയൊരു പദവി പഠിച്ചിട്ട് അമ്മ എങ്ങനെ ഇത്ര സിമ്പിൾ ആയിട്ട് നിക്കുന്നമ്മ? ഉച്ചാങ്കൂട്ട വെയിലത്ത് ഇങ്ങനെ അഴിവായിരുന്നു. ഒമ്പൽസി നമ്മള് പഠിച്ചത് പറയുന്നതിന് ഒരു നാളക്കേടുമില്ല. അതിനിപ്പോ എന്തോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം അല്ല വിവരമാണ് മെയിൻ. ഇല്ല ഒരുപാട് പഠിച്ചിട്ട് കാര്യമുണ്ട്, പക്ഷെ ഒത്തിരി പഠിച്ചിട്ടും വിവരം ഇല്ലെങ്കിൽ എന്തോ കാര്യം. പിന്നെ ഇംഗ്ലീഷ് നമ്മളടുത്ത് ചോദിക്കരുത്. ഇംഗ്ലീഷിലൊന്നും വലിയ കാര്യമില്ല. അച്ഛൻ ഇവിടെ നിന്ന് അടിച്ചോണ്ടിരിക്കട്ടെ. അച്ഛൻ ഇനി എത്ര ഉണ്ട് അടിക്കാൻ? ഇനി അച്ഛന് കുറച്ച് പോർഷൻ കൂടെ കേട്ടോ. ഈ ഒരു കാണിക്കും ഈ ഒരു L ഷേപ്പിലുള്ള ഇത്ര ഒരു സംഭവം മാത്രമേ അച്ഛനെ അടിക്കാവുള്ളൂ. വേണമെങ്കിൽ ബാക്കി പെയിന്റ് വരുന്ന ഇതിനകത്തൂടെ അടിക്കാം കേട്ടാ. കിണറ്റിലൂടെ അടിക്കാം. കിണറ്റി ഒഴിക്കല്ലേ. നമ്മള് അകത്ത് കണ്ട ഇളവിയിരിക്കുന്നത് അടിക്കുന്ന പെയിന്റ് അതൊക്കെ ചുരണ്ടി ഇളക്കി വലിയ പണിയാവും. നോക്കാം. അപ്പൊ അതിന് പുട്ടി വേണോ ഇല്ലേ? ഇനിയൊരു കാര്യം ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. കൂടെ വാ. എനിക്ക് സമയമില്ല കേട്ടോ, പെട്ടെന്ന് വർക്ക് തീർത്തിട്ട് എനിക്ക് ചോറ് കഴിക്കാനുള്ളതാ കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ഇത് അടിച്ചു കഴിഞ്ഞിട്ട് ഫുഡ് അടിച്ചിട്ട് തരാം. കഴിക്കണ്ടേ? വിശക്കുന്നില്ല. എനിക്കിപ്പോ വിശക്കുന്ന. എനിക്ക് വിശക്കുന്നില്ല. പിന്നെ എന്തിനിപ്പോ പറഞ്ഞ
അമ്മക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. കടയിൽ നിന്നാ മേടിക്ക, കടയിൽ തീർന്നു പോയാ പിന്നെ. അത് ശരിയാട്ടോ. അച്ഛൻ ഞാൻ പോയി ചോറ് മേടിച്ചിട്ട് വരട്ടെ. ടർപ്പനോ? ഓക്കെ ഗൈസ്, ഞാൻ പോയിട്ട് ചോറും ടർപ്പനും കൂടെ മേടിച്ചിട്ട് ഇതങ്ങ് ഫിനിഷ് ചെയ്തിട്ട് പോട്ടോ. ചോറും ടർപ്പനും. അല്ല ഇത് കൈ എഴുതുണ്ട്, എന്റെ കയ്യിൽ മൊത്തം ഉണങ്ങിയിരിക്കുക. ഇത് തേച്ചാലേ പോകും. ഇതങ്ങ് ഫിനിഷ് ചെയ്തിട്ട് ഓ അടിച്ചോ. ഓക്കെ ഗൈസ്, ഇത് തീർത്തിട്ട് വരാം. ബൈ. എവിടെ വരെ ആയി പെയിന്റ് അടി? മാത്രമേ ഉള്ളൂ. തീർന്നല്ലേ ഗൈസ്? അവിടെ എല്ലാം അച്ഛൻ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടിയിൽ ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അത് മാത്രം അടിച്ചാൽ മതി. പെയിന്റ് പറ്റാത്തടത്ത് മാത്രം ചെയ്യണം. ഞാൻ പോയി ചിക്കൻ ബിരിയാണിക്ക് മേടിച്ചിട്ട് വന്നു. നമുക്കിനി കഴിക്കണ്ടേ? നല്ല വിശപ്പ് ഗൈസ്. ചിക്കൻ ബിരിയാണി മേടിച്ചിട്ടുണ്ട്. ലെഗ് പീസും മുട്ടയൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ പായിട്ടിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. അതുകൊണ്ട് ജോലിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതിന്റെ ജോലി ചെയ്യണം കേട്ടോ, ചെയ്തിട്ട് കഴിക്കണം. എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റ്. ജോലി ചെയ്തില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടല്ലേ? ജോലി ചെയ്താലും ഇല്ലെങ്കിലും ആഹാരം കഴിക്കണം. അതാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ലെഗ് പീസ് എടുത്ത് അടിക്കാം. എങ്ങനെയുണ്ട് ബിരിയാണി? അടിപൊളി, സൂപ്പറോ? അമ്മ അടിപൊളി, സൂപ്പറല്ലേ? കഴിച്ചിട്ട് അടുത്ത ജോലി. കഴിച്ചിട്ട് വരാം ഗൈസ്. കഴിച്ചിട്ട് ഇനി കുറെ പണിയുണ്ട്. ജോലിക്കാരൊക്കെ ഉറങ്ങുന്നവേ. കൊച്ചിപ്പോ ഉറങ്ങി, ഞാൻ തട്ടി ഉണർത്തിയതാ. എനിക്ക് ഫുഡ് കഴിച്ചങ്ങ് ഉറങ്ങാൻ വന്നു. VIP ചോദിക്കാം അമ്മ എന്തൊക്കെ കടങ്കഥ ചോദിക്കാം. കുസൃതി. കണ്ണിന്റെ സഹോദരന്റെ പേരെന്ത്? ആന്തരിച്ച കണ്ണിന്റെ സഹോദരൻ കൃഷ്ണമണി അല്ല. മണി അല്ല. പണി. പീള. എല്ലാരും കയ്യിലുണ്ടത്. ഞാൻ പറയട്ടോ. ഐബ്രോ. ഓ ഓട്ടെ, എണീറ്റ് വാ. കൊറേ നേരമായി അവിടെ കിടക്കാൻ തുടങ്ങിട്ട്. ബാക്കി പണി തീർക്കാനുള്ളതാ. എന്റെ കൈസ് മഴയൊക്കെ വരാൻ പോണു. അതിനുമ്പോ നമുക്ക് പണിയൊക്കെ തീർക്കണം കേട്ടോ. വാ, ഫുള്ള് എനർജി ആയിട്ട് നിക്കാനുള്ളതാ. കമോൺ, എനർജി വരട്ടെ, എനർജി. ഗൈസ്, ഇനി അടുത്ത പണി നമുക്ക് ഈ മാറാരെല്ലാം അടിച്ച് വൃത്തിയാക്കാം കേട്ടോ. ആദ്യം നമുക്ക് കാർ എടുത്ത് മാറ്റണം, എന്നിട്ട് താറെടുത്ത് ഇങ്ങോട്ട് ഇടാം. താറിട്ടിട്ട് അതിന്റെ മണ്ടയിൽ നമുക്ക് കയറാം അല്ലേ? അല്ലെ പിന്നെ ഏണിയൊക്കെ എടുത്തിട്ടുണ്ടേ. സത്യത്തിൽ ഇത് ഒരാൾക്കുള്ള പണിയേ ഉള്ളു. അച്ഛൻ കയറി പോവാ. ഓഹോ, നീ കൂടെ കയറിക്കോ. അത് അച്ഛന് തീർക്കാവുന്നേ ഉള്ളൂ. നീ കൂടെ കയറി. അതെ, ആ സൈഡിലോട്ട് ഉള്ളത് കൂടെ ഇങ്ങനെ കടി, ഇങ്ങനെ പോട്ട്. അങ്ങനെ ആ ഒരു നിരപ്പിനെ കടിച്ചാൽ കേട്ടോ. വേണം ഈ ചൂലെന്നാ, ഇത് ഒരുപാട് ഇതളുണ്ട്. മഴ, വണ്ടി ചൂട്. ഞാൻ കേറിയാനാ അവൻ. കാപ്പിക്ക് കയറണോ? ഈ ചെലന്തിക്കൊക്കെ വല്ല കാര്യമുണ്ടോ? ഇതിന്റെയൊക്കെ ഇടയിൽ ഒന്ന് വാലയിട്ട് വെക്കണ്ട. ഓഹോ, തല. തൂത്ത കേട്ടോ, വൃത്തിയാക്കിയിട്ടുണ്ട്. വേണ്ടേ, ഭയങ്കര ജോലിയായിരുന്നില്ലേ? ഇല്ല, വീടുകളിൽ മറ്റേ ഇല്ല പച്ച വീട്ടിലെ കണക്ക് ഡീപ് ക്ലീന് പോയാൽ മതിയായിരുന്നു, പൈസയും കിട്ടിയാനായിരുന്നു. ഇതാ ടാർപ്പയുടെ കീഴിൽ കിടന്ന ടയറാണ് കേട്ടോ. ചെറിയ ടയറല്ലേ? ഞാൻ പണ്ട് ഉരുട്ടിയ ടയർ. ഇത്രയും വലിയ ടയർ ഉരുട്ടുന്ന ആദ്യമായിട്ടാ. ഉരുട്ടി അങ്ങ് വിടട്ടെ. ഓ, പിത്തേ പിത്തേ. എന്തൊരു വലിയ ടയറാ നോക്കിയേ. എന്റെ ഇത്ര ഉണ്ട് ടയർ. ഇരട്ടിക്ക് പണിയാ. അയ്യോ അയ്യോ, എവര് ഹാപ്പി. ശരി, അവ അങ്ങോട്ട് പോകത്തില്ല. ഇനി ഒരു ടയർ കൂടെ ഉണ്ട് കേട്ടോ, അതുകൂടെ അടുത്ത് നമുക്ക് വെക്കാം. അകത്തോട്ടിടാം. ഗേറ്റ് അടച്ചേരെ. അത് എടുക്കുമ്പോ നോക്കണേ, അതിന്റെ കീഴിലൊക്കെ വല്ലതും ഉണ്ടോന്ന്. കൂടി പോയാ മൂർക്കൻ, അല്ലെങ്കിൽ ആണല്ലേ. മാറിയില്ലേ ഡേഞ്ചറസ് വർക്കാണ്. വലിയ ടയർ. പിടിയങ്ങോട്ട്. ഞാൻ ഇവിടെ ഒന്ന് മുക്കറ ഇടുക. വിടല്ലേ, ഞാൻ പറയാം. അങ്ങനെ കാറ് കിടപ്പുണ്ട്. ഈ രണ്ട് പൊക്കോ. വരട്ടെ.
ഇത് ശരി നല്ല വെയിറ്റ് ഇവിടെ ഇനി ഗൈസ് അവിടെ കുറച്ച് തടിയും കൂടെ കിടപ്പുണ്ട്. അതുകൂടെ നമുക്ക് പറക്കി മാറ്റി വെച്ചിട്ട് അവിടെ എന്തെങ്കിലും നടാനൊക്കെ പറ്റൂട്ടോ. വല്ല പാവലോ ചീരയോ കപ്പയോ കൊഞ്ചോ കറിമീനോ എന്തെങ്കിലുമൊക്കെ നട്ടോ അവിടെ അടല്ലേ. അവിടുന്ന് തടിയൊക്കെ എടുത്ത് മാറ്റി തരും. പക്ഷെ കൃഷി ചെയ്തോണം. പോയി ചീര മേടിച്ചോണ്ടോ മറ്റേ അഗസ്ത്യ ചീര തിന്നാനാ അത് വിത്താ വിത്ത് വിത്തൊക്കെ മേടിച്ചോണ്ട് തരാം. ഇത് ജനല നമ്മുടെ പഴയ വീടിന്റെ. ഇതൊക്കെ തുറന്ന് ഞാൻ ഒരുപാട് മൂത്രം വെച്ചിട്ടുള്ളതാ. വേണ്ട ഈ ഗ്യാപ്പിൽ കൂടെ ഞാൻ ഒഴിക്കുമായിരുന്നു കേട്ടോ. അന്ന് ചെറുതല്ലേ ഗൈസ്. കണ്ടോ ചെറിയ സൂക്ഷ്മ ജീവികളൊക്കെ കണ്ടോ ഇറങ്ങി വരുന്നത്. സൗണ്ടൊക്കെ പോന്ന് മറിഞ്ഞിട്ട് വീഴല്ലേ. ഓ ആ ഓടി എളുപ്പം അങ്ങോട്ട് പോ. മുഖം നോക്കട്ടെ. എവിടെ ഇടണ്ടേ? ഇവിടോട്ടും കിട്ടും. ജനലിലുണ്ടല്ലേ എന്റെ അച്ഛൻ തന്നെ ശരിയാക്കും. അടിപൊളി. അടുത്ത അച്ഛൻ പോരും. മിഷൻ കംപ്ലീറ്റഡ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ജിമ്മിന് പോകേണ്ട ആവശ്യമില്ല. ജിമ്മിന് പോണ്ട. ഞാൻ കൊറേ പണി എടുത്തിട്ടുണ്ട്. അയ്യോ മട്ടിയോല അവിടെ മുതു കണ്ടനൊക്കെ എടുത്തോണ്ട് വരുന്നു. ഞാൻ ഒരു തടി എടുക്കാം. എടുത്ത് വെച്ചു കൊടുത്ത സാമി ചറണോന്നാ. അയ്യോ ഇത് വെയിറ്റ് കുറവാ. ഇത് മൊത്തം ചെത്തയാണ് കേട്ടോ. അത് ചെത്തയാ. അത് എന്തൊരു നോക്കി ഇറങ്ങിവാ. പോട്ട് 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 പോട്ട്. ഓ സെറ്റ്. ഓ ഭയങ്കര വെയിറ്റല്ലേ. ഇനി അതെല്ലാം പറക്കിട്ടിട്ട് വരാം ഗൈസ്. ഗൈസ് എൻ്റെ കണ്ണെന്തോ ഒരു പണി കിട്ടി കേട്ടോ. ഇതൊക്കെ ഇവിടെ എല്ലാം തടി കണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ പറക്കി മാറ്റി. ഇനി ഇവിടെ എന്തെങ്കിലും നടാ ഇല്ലേ ചാ? ഇനി കിളച്ചിട്ട് നമുക്ക് ചീരയോ പാവലോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അവിടെ നടാനായിട്ട് പറ്റും. ഇവിടേക്ക് ഇനി എന്തെങ്കിലുമൊക്കെ നടാം. അത് അമ്മ നടുന്നത് അമ്മയുടെ ജോലി. എല്ലാരും മടുത്ത്. ടാങ്ക് അത്യാവശ്യം വൃത്തിയാ. അല്ല ടാങ്ക് ക്ലീൻ ആയിട്ട് നോക്കിയായിരുന്നു. വലിയ അഴുക്കൊന്നുമില്ല. അത് കഴിവേണ്ട ആവശ്യമില്ല. പണിയൊക്കെ തീർന്നു. ഇനി വേറെ പണിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. വയ്യ ഗൈസ്. നല്ല വെയിലും അടിച്ച് നല്ല ടയേർഡാണ്. അമ്മ എന്തെങ്കിലും കുട്ടനാക്കി ഇട്ടോണ്ട് പോവാ. ഗൈസ് നമ്മള് ഒരു റീൽ എടുക്കാനുള്ള സെറ്റപ്പിലാട്ടോ. അച്ഛൻ്റെ ഒക്കെ സ്റ്റെപ്പ് ഭയങ്കര. എല്ലാരും ചോദിക്കുന്ന അച്ഛൻ്റെ ഒക്കെ ഡാൻസിന്റെ BTS ഇടാൻ. ഞാൻ ഇന്ന് BTS ഞാൻ എടുത്തു തരാം. BTS ക്യാമറ അങ്ങോട്ട് വെക്കട്ടെ. റെഡി? ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്. 1 2. ഇവിടെ ഒരു അടി, അപ്പുറത്തൊരടി. ഇങ്ങനെ കേട്ടോ ഞാൻ ഇവരെ പഠിപ്പിക്കുന്ന. അല്ല വലിയ ഇതായിട്ടൊന്നും പഠിപ്പിക്കാറില്ല. ഫസ്റ്റ് ഈ കാല് ശ്രദ്ധിച്ചോ. 1 ഒരു കാലിന്റെ ബാക്കിൽ മറ്റേ കാല് ഇങ്ങനെ. അങ്ങനെ വെച്ചേ അങ്ങനെയല്ല വെച്ചാ. ഇത് എങ്ങനെയായിരുന്നു? അല്ല 1 ഇങ്ങനെ 1 2. ഇവിടെ കുത്തുമ്പോ കാല് ഇവിടെ പോകുമ്പോ കൈ ഇവിടെ. റെഡി? 1 നല്ല മനസ്സിലാവും. പെട്ടെന്ന് മനസ്സിലാവില്ലേ? സംഭവം കിട്ടിയ പോരെ. റെഡി? 1 2 3 1 2 3 4. ആ കാലം അപ്പുറത്ത് പോടാം. ഓക്കെ റെഡി? 1 2 3 4. 1 2 3 4. തൊട്ട് തൊട്ട് പാറടി കളി കുറച്ചുകൂടെ സ്പീഡ് കളി. ഞാൻ കാണിച്ചു. 1 2 3 4. കുറച്ചുകൂടെ സ്പീഡ് കറക്റ്റാ. പക്ഷെ കളിക്കുന്ന കറക്റ്റാ. നേരത്തെ പോലല്ല. ഇപ്പം പെട്ടെന്ന് തന്നെ ഡാൻസ് സ്റ്റെപ്പൊക്കെ പഠിച്ചെടുക്കും കേട്ടോ. അമ്മയിലും അത് തന്നെ പെട്ടെന്ന് സ്റ്റെപ്പുകളൊക്കെ പഠിച്ചെടുക്കും. അന്നത്തെ വീട്ടിൽ ഫുൾ അച്ഛനായിരുന്നു കമന്റ്. അച്ഛൻ സൂപ്പർ. അച്ഛന്റെ എക്സ്പ്രഷൻ. അച്ഛൻ ഭയങ്കര ആസ്വദിച്ചും കളിക്കും. പക്ഷെ അമ്മയുടെ മുഖത്ത് ചെറുതായിട്ട് ഒരു ടെൻഷൻ കാണും. ആ വീഡിയോയിലും ഉണ്ട്. സ്റ്റെപ്പ് തെറ്റുമോ ഇങ്ങനെ ആലോചിച്ച് അമ്മ കളിക്കുന്നത്. അച്ഛൻ ഭയങ്കര തെറ്റിയാലും അങ്ങ് കളിക്കാം. അത്രേ ഉള്ളു. അച്ഛന്റെ പണ്ടത്തെ സ്റ്റെപ്പൊക്കെ വേറെ. ഇങ്ങനെ അച്ഛന്റെ വേറൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ്. ഞാൻ പിടിച്ചാണ് ഞാൻ കാണിച്ചുതരാം.
അതെനിക്ക് പണ്ടേ ഓർമ്മയുണ്ട്. ഞാൻ ആദ്യം പഠിച്ചൊരു സ്റ്റെപ്പ് അതായിരുന്നു. ഇതെപ്പോഴും അച്ഛൻ കാണിക്കരുത്. പിന്നെ വേറൊന്നും കാണിക്കും ഇങ്ങനെ പിടിച്ചിട്ട് മറ്റേ ഇത് ഗ്ലാസ്സിൽ പിടുത്തം, ഈ സാധനം, ഇതൊക്കെ അച്ഛന്റെ മെയിൻ സാധനം. അതൊന്ന് കാണിച്ചു കാണിക്കട്ടെ. ഓ പിന്നെ കയറിൽ പിടിക്കുന്നുണ്ടല്ലോ, കയറിൽ പിടിക്കുന്ന വടംവലി. വാ സ്റ്റെപ്പ്. അത് ചിലപ്പോൾ ഈ വ്ളോഗ് വരുന്നതിന് മുമ്പേ ആ ഒരു ഷോർട്സ് വരും കേട്ടോ. പക്ഷെ നല്ലൊരു ദിവസമായിരുന്നു സുഹൃത്തുക്കളെ. എന്ന് അപ്പോൾ അത്രയുള്ള കേസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വരെ. ബൈ.